ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം കൊണ്ട് സ്കിപ്പ് ചെയ്ത് ഇത് ഐറ്റമാണ്. നമ്മൾ ഇന്ന് വിളവെടുക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ പ്രാവശ്യം ഇതിനകത്ത് വിളവെടുക്കാൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നും നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ ചീരയും വെണ്ടയ്ക്കയും ഒക്കെ നിൽക്കുന്നു, നമുക്കതൊക്കെ പറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ ആവശ്യക്കാരൊക്കെ ആയി തുടങ്ങി കേട്ടോ. നമ്മുടെ അടുത്തൊരു കടയിൽ അങ്കിള് ചോദിച്ചു വെണ്ടയ്ക്ക കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുള്ളത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇവിടെ അധികം കഴിക്കാൻ ആളില്ലല്ലോ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സന്തോഷമാണ് കേട്ടോ. വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ബോറടി മാറ്റാനും, പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് കീടനാശിനികളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് തന്നെയല്ലേ നമുക്ക് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന മറ്റൊരു കാര്യമില്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ വരുന്നുണ്ട്. ആ മഴയ്ക്ക് മുമ്പേ നമ്മുടെ പണികളെല്ലാം തീർത്ത് നമുക്ക് ഉള്ളിൽ പോകണമല്ലോ, നമ്മൾ വിഷയമാവും. അപ്പോൾ ഇതേ കുറേ ചീരകളൊക്കെ നിൽപ്പുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡിൻ്റെ വകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് വെക്കണമെന്നില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും. എന്തായാലും ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. കുറേ ഉണ്ട്, നമുക്ക് കുറച്ച് ടൈം എടുക്കും. നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാവേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. കുറേ ഉണ്ട് കട്ട് ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ലൊരു ചീരക്കറിക്കുള്ളതുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേ വളങ്ങളൊക്കെ ഇടാനുണ്ട്. നല്ല സൂപ്പർ മഴ വരുന്നുണ്ട്. നമുക്ക് അതിനു മുന്നിൽ ഇതെല്ലാം പഴിച്ചിട്ട് കയറണം കേട്ടോ. നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അതിന് മുമ്പിനെ നമുക്കിത് പറിച്ച് കയറാം. തുടങ്ങി കാരണം മഴയുടെ ഒരു കോള് കാരണമാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇടി പൊട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം മണി 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിയൊക്കെ പൊട്ടി തുടങ്ങി. മഴയ്ക്കുള്ള നല്ല പ്രതീക്ഷയുണ്ട്. ഇതുവരെ പെയ്തിട്ടില്ല, പക്ഷെ താമസിക്കാതെ പെയ്യും. അപ്പം അതിൻ്റെ മുമ്പിൽ നമുക്ക് ഉള്ളിൽ പോകണം. കുറച്ച് അമരക്കയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒക്കെ ഒന്ന് വെട്ടി പയറും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് പയറൊന്നും വെട്ടുന്നത് പോസിബിൾ അല്ല. കാരണം ഇടി എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പിച്ചെടുക്കട്ടെ. കുറേ നിൽക്കുന്നു കേട്ടോ. കുറേ നിൽക്കുന്ന നമ്മൾ ഇതൊക്കെ ഒന്ന് പിച്ചെടുക്കട്ടെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്നത്തെ രാവിലത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ ഇന്ന് മഴ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതെ, എന്തായാലും നമുക്ക് ഇത്ര അമേരിക്ക തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. വെപ്രാളം കാരണം ഒന്നും പറിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഇത്രയും പറിച്ച് നിർത്തുവാണ് കേട്ടോ. കാരണം പറഞ്ഞില്ലേ മഴ വരുന്നുണ്ട്, നല്ല ഇടി വെട്ടുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. പക്ഷേ അത്യാവശ്യം വെട്ടമൊക്കെ മാറി ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിളവെടുപ്പ് ഇത്രയാണ്. ഇനിയും പറിക്കാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ വെണ്ടയ്ക്കയും അമരയ്ക്കയും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷേ മഴ ഇടിയും പൊട്ടുന്ന കാരണം ഞാനിപ്പോൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. മഴയും ചായയും നല്ല തകർത്ത് മഴ പെയ്യാണ് കേട്ടോ. ഇടിയും പൊട്ടുന്നുണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുക.